Dear students, today we are discussing integration by parts. Integration 6 for plus 2 students, integration by parts. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഞാൻ എല്ലാ മെത്തേഡിൽ നിന്നും ഈ രണ്ട് പ്രോബ്ലം വീതം ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻട്രൻസിന് എങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ ഇതിലെ ഷോർട്ട് കട്ട് മെത്തേഡ് മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് മെത്തേഡിൽ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയം എടുക്കും. അതുകൊണ്ട് ഇതിന്റെ അന്ന് എൻട്രൻസ് ക്വസ്റ്റ്യന് കെയിമിനും ജെഇക്കും ഒക്കെ ഇതിന്റെ അന്ന് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കുന്നതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്. അപ്പൊ നിങ്ങൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ്. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ഫോർമുല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. യൂഷ്വലി if any function is a power of x, then we take it as the first function. എന്ന് പറഞ്ഞാൽ നമ്മള് എക്സിന്റെ പവർ ഈ രണ്ട് പ്രോഡക്റ്റ് ആയിട്ടുള്ളതിൽ ഏതെങ്കിലും എക്സിന്റെ പവർ പോളിനോമിയൽ എക്സ് അല്ലെങ്കിൽ വൈ സെഡ് എക്സിന്റെ പവർ ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും, മറ്റതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. പക്ഷെ ഹൗവർ in case where other function is inverse trigonometric function or logarithmic function, then we take them as the first function. എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനോ ലോഗരിതമിക് ഫംഗ്ഷനോ വന്നാൽ അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. അത് രണ്ടും ഇല്ലെങ്കിൽ എക്സിന്റെ പവർ ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. Example 1. Find integral x sin 3x dx. എക്സിന്റെയും സൈൻ 3x പ്രോഡക്റ്റ് ആണ്. ഇതിനെയാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പം ഇവിടെ എക്സിന്റെ പവർ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, സൈൻ 3x സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ ഫോർമുല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ 3x dx. അപ്പൊ അതാണ്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എഴുതി, സൈൻ 3x ഇന്റഗ്രൽ സൈൻ 3x ഇന്റഗ്രൽ മൈനസ് കോസ് 3x/3 ആണ്. അത് കഴിഞ്ഞ് ഈ മൈനസ് എഴുതുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് dy/dx ഓഫ് 1 അല്ല സോറി dy/dx ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് ഞാൻ ഇവിടെ 1 ആണ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയത് തന്നെയായിരിക്കും. ഇതിന്റെ ഇന്റഗ്രൽ, ഈ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒന്നും കൂടി എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മൈനസ് കോസ് 3x/3 dx. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ മൈനസ് എക്സ് കോസ് 3x/3. ഈ 1/3 ഈ മൈനസും കൂടെ പുറത്തേക്ക് വന്നു, ഈ 3യും പുറത്തേക്ക് 1/3. അത് കഴിഞ്ഞ് കോസ് 3x ഇന്റഗ്രേറ്റ് ചെയ്യായി, ഈ 1/3 ഇവിടെ വന്നു. ഇനി കോസ് 3x ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ സൈൻ 3x/3. ഈ 3 നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു. പിന്നെയുള്ളത് ഈ മൈനസും കൂടെ പ്ലസ് ആയി. പിന്നെ ഈ ഇന്റഗ്രൽ സൈൻ ഉണ്ടോ, ഈ ഇന്റഗ്രൽ സൈൻ കോസ് 3x ഇന്റഗ്രേറ്റ് ചെയ്യുക സൈൻ 3x/3. ദാറ്റ് ഈസ് മൈനസ് എക്സ് കോസ് 3x/3 പ്ലസ് സൈൻ 3x/9. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. അടുത്തത് ഫൈൻഡ് ഇന്റഗ്രൽ x² log x dx. x² log x dx. ഇവിടെ ലോഗരിതം വന്നുകൊണ്ട് എക്സിന്റെ പവർ കൊണ്ട് ലോഗരിതം ഉണ്ട്. അപ്പൊ ലോഗരിതം ഉള്ള ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം.
അപ്പൊ ഫോർമുല എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ log x അതുപോലെ എഴുതി. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രലാണ് എഴുതേണ്ടത്. അപ്പൊ x³ 3 മൈനസ് അടുത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ log x ഡെറിവേറ്റീവ് അത് 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷന് x² ആണ്. x² ഇന്റഗ്രൽ അത് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. x² ഇന്റഗ്രൽ ദാറ്റ് ഈസ് x³ 3 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒന്നും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഒന്നും കൂടെ ഞാനിത് പറയാം. ഫോർമുല ഇതിനെ നമ്മൾ log x ഫസ്റ്റ് ആയിട്ട് എഴുതി, x² സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് log x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ x² ആണ്, അതിന് ഇന്റഗ്രൽ x³ 3 മൈനസ് പിന്നെ ഒരു ഇന്റഗ്രേഷൻ എഴുതണം. ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്ന പിന്നെയുണ്ട്. ഇനി ഈ ഇത് കഴിഞ്ഞ് വരുന്നതിന്റെ ഇന്റഗ്രലാണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് അത് കഴിഞ്ഞ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ log x ഡെറിവേറ്റീവ് ആണ് അത് 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ x² ഇന്റഗ്രൽ ഇത്. അപ്പൊ ഇവിടെ ഒരു ഇന്റഗ്രൽ കൂടി ഉണ്ട്. എന്നിട്ട് ഇത് ആദ്യം അതുപോലെ തന്നെ എഴുതി x³ 3 log x മൈനസ് ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ x കൂടെ പോയി കഴിഞ്ഞാൽ ഈ 1/3 പുറത്തേക്ക് എടുത്തു. ഈ 1/3 പുറത്തേക്ക് എടുത്തു. പിന്നെ ഇതിന്റെ അകത്തുള്ളത് x² ആണ്. പിന്നെ x² ഉള്ളൂ. ഇന്റഗ്രൽ x² dx ആണ്. x² dx ഇന്റഗ്രേറ്റ് ചെയ്ത് x³ 3 പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് x³ 3 log x മൈനസ് x³ 9 പ്ലസ് c. ഇതാണ് അടുത്ത പ്രോബ്ലം. എക്സാമ്പിൾ നമ്പർ 3. Find integral x sin inverse x dx. x sin inverse x dx. ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട് sin inverse x. അതുകൊണ്ട് അതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സിന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് x² 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇതായി ഇന്റഗ്രൽ എഴുതി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 മൈനസ് x² ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സിന്റെ ഇന്റഗ്രൽ x² 2. ഇനി ഇത് അതുപോലെ തന്നെ എഴുതി സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു x² 2. ഈ 1 മൈനസ് 1/2 പുറത്തു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ എക്സിന് പുട്ട് x ഈക്വൽ ടു സൈൻ ടി. അപ്പൊ dx ഈക്വൽ ടു എന്തായിരിക്കും? dx ഈക്വൽ ടു കോസ് ടി dt ആണ്. അപ്പൊ ഈ dxന് പകരം കോസ് ടി dt എഴുതി. x ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പൊ x² ഈക്വൽ ടു sin² t ഡിവൈഡഡ് ബൈ 1 മൈനസ് x ഈക്വൽ ടു സൈൻ ടി ആണ്. അപ്പൊ sin² t. ഇനി ഇവിടുത്തെ 1 മൈനസ് sin² t എന്ന് പറഞ്ഞാൽ cos² t ആണ്. അതിന്റെ റൂട്ട് കണ്ട കോസ് ടി ആണ്. ആ കോസ് ടിയും കൂടെ പോയി. പിന്നെയുള്ളത് ഇന്റഗ്രൽ ഈ sin² t ആണ്. sin² t. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ബാക്കി ഇത് അതുപോലെ ഇവിടെ എഴുതി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതാ cos 2t ഈക്വൽ ടു 1 മൈനസ് 2 sin² t ആണ്. അപ്പം 2 sin² t ഈക്വൽ ടു 1 പ്ലസ് 1 മൈനസ് cos 2t ആണ്. 1 മൈനസ് cos 2t ആണ്. 1 മൈനസ് cos 2t ആണ്. ഓക്കെ 1 മൈനസ് cos 2t ആണ്. അപ്പൊ sin² t ഈക്വൽ ടു 1 മൈനസ് cos 2t ബൈ sin² t ഈക്വൽ 1 മൈനസ് cos 2t ബൈ 2. അപ്പൊ ഈ sin² tക്ക് പകരം 1 മൈനസ് cos 2t ബൈ 2 എഴുതുക ഇൻറ്റു ഡി ടി. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഈ 2 പുറത്തേക്ക് വന്ന് 1/4 ആയി. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t മൈനസ് cos 2t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2t ബൈ 2 പ്ലസ് c. അപ്പൊ ഇത് അതുപോലെ തന്നെ വന്നു. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു x² 2 മൈനസ് 1/4 t മൈനസ് ഇനി ഈ sin 2t ഈക്വൽ ടു 2 sin t cos t ആണ്.
അപ്പൊ ഈ സൈൻ 2t-നെ 2 സൈൻ ടി കോസ് ടി ഡിവൈഡ് ബൈ 2. അപ്പൊ 2 ഉം 2 കൂടെ പോയി സൈൻ ടി കോസ് ടി ആണ് ഇന്റഗ്രേറ്റ് ഈസി. ദെൻ ഇത് എക്സ് സ്ക്വയർ ബൈ 2 ആദ്യം എഴുതി സൈൻ ഇൻവേഴ്സ് എക്സ് 1/4 ടി. ടി ഈക്വൽ ടു നമ്മൾ ടിയെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ എക്സ് ഈക്വൽ ടു സൈൻ ടി ആണ്. എക്സ് ഈക്വൽ ടു സൈൻ ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടിക്ക് പകരം ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അപ്പൊ ഈ ടിക്ക് പകരം സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി മൈനസ് സൈൻ ടി ഈക്വൽ ടു എക്സ്. ദെൻ കോസ് ടി. ഈ കോസ് ടി ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ. കോസ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി ആണ്. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി. സൈൻ ടി ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈ എക്സ് സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ടി മൈനസ് 1/4. ഈ 1/4 കൂടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ദിസ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/4. ഈ 1/4 എക്സ് into root of 1 minus x square plus c. Okay. Then example 4. Find integral 1 minus x square cos nx dx. ഇവിടെ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് എളുപ്പത്തിന്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അത് ഇവിടെ എഴുതുക. സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തത് കോസ് എൻ എക്സ് ആണ് എഴുതുക. അത് ഇവിടെ എഴുതുക. എന്നിട്ട് ആദ്യത്തെ ചിഹ്നം പ്ലസ് എഴുതുക, പിന്നെ മൈനസ് എഴുതുക, പിന്നെ പ്ലസ് എഴുതുക, പിന്നെ മൈനസ് എഴുതുക. ഇനി 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക -2x. അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക -2. അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക അപ്പൊ 0. പിന്നെ കോസ് എൻ എക്സ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക സൈൻ എൻ എക്സ് ബൈ എൻ. അതിനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. പിന്നെ അതിനെ ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക അപ്പൊ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. എന്നിട്ട് നമ്മൾ ഇനിയാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ എഴുതാൻ നേരത്ത് ഈ പ്ലസ് എഴുതുക, ഇതിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇതുമായിട്ട്, ഇതും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പം 1 മൈനസ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ അത് എഴുതി. അടുത്തത് ഇതാണ്, അടുത്തതിന്റെ ചിഹ്നം ഇതാണ്. ഇതാണ് ചിഹ്നം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഇതാണ് മൈനസ് 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 3 മൈനസ് വരുമ്പോൾ മൈനസ്, അത് മൈനസ് വന്നു. പിന്നെ ഇവിടെ 2x ആണുള്ളത്. ആ 2x ഇവിടെ എഴുതി. ഇവിടെ കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്, അത് ഇവിടെ എഴുതി. അടുത്തത് പിന്നെ സൈൻ ഇതാണ് പ്ലസ് ആണ്. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതേണ്ടത്. അപ്പൊ ഇത് മൈനസും കൂടെ പ്ലസ് ആ പ്ലസ് ഇവിടെ എഴുതി. ഇനി 2 ഇവിടെ എഴുതി സൈൻ എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഇതാണ് ആൻസർ. ഇതാണ് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫസ്റ്റ് ആയിട്ട് എടുത്തതിന്റെ നമ്മൾ ഇതുണ്ട്. ഇവിടെ ഫസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 2-3 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 0 ആകണം. ഇത് 1 മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആകണം. അത് തന്നെ ഈ കോസ് എൻ എക്സിന്റെ ഒക്കെ ഇന്റഗ്രൽ അറിയുകയും വേണം. ദാറ്റ് മീൻസ് ആദ്യം എടുക്കുന്ന ഫംഗ്ഷൻ അത് x⁴ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുന്ന സൈൻ എൻ എക്സ് ആണെന്ന് അറിയാം, സൈൻ എൻ എക്സ്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x4-നെ 4x3, പിന്നെ 4 × 12x², ദെൻ 24x, ദെൻ 0. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സൈൻ എൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ സൈൻ എൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലസും മൈനസും കൊടുക്കുക. എന്നിട്ട് ആദ്യത്തിന് ചിഹ്നം പ്ലസ് ഇങ്ങനെ വിളിക്കുക, പിന്നെ മൈനസ് ഇങ്ങനെ വരിക, പിന്നെ ഇങ്ങനെ. ഇതിന്റെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യത്തെ അവസാനം 0 കിട്ടണം. രണ്ടാമത്തേന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയണം. അങ്ങനെയാണെങ്കിൽ ആണ് ഈ മെത്തേഡ് ഷോർട്ട് കട്ട് മെത്തേഡാണ്. എൻട്രൻസിനൊക്കെ എഴുതാനുള്ള മെത്തേഡാണ്. ഓർത്തിരിക്കുക കുട്ടികൾ.
ഓക്കെ, ഇത് രണ്ടു മൂന്ന് സൂത്രം നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എക്സാം ഇന്റഗ്രൽ എക്സാമ്പിൾ നമ്പർ 5 ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പൊ ടി ഈക്വൽ ടു സൈൻ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള അതിനെ ടി ആയിട്ട് ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പം എക്സ് ഈക്വൽ ടു ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ സൈൻ ടി ആയി. അപ്പൊ ഡി എക്സ് ഈക്വൽ ടു കോസ് ടി ഡി ടി ആയി. അപ്പം ഇത് ടി ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിനെ ടി സ്ക്വയർ ആയി. പിന്നെ ഡി എക്സ് ഈക്വൽ ടു കോസ് ടി ഡി ടി. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ടി സ്ക്വയർ ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2t കിട്ടി. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 0 കിട്ടി. പിന്നെ ഡിഫറൻഷിയേറ്റ് 0, 2 കിട്ടി 0. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ടി ആണ്. കോസ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇത് സൈൻ ടി കിട്ടി. സൈൻ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ടി കിട്ടി. മൈനസ് കോസ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ടി കിട്ടി. ഇനി എഴുതേണ്ടത് ഇതാണ്. ആദ്യം നമ്മൾ എഴുതുന്ന ടി സ്ക്വയർ സൈൻ ടി, അതിന് പ്ലസ് ചിഹ്നം ഇതാണ്. പിന്നെ നമ്മൾ എഴുതുന്ന മൈനസ് 2t കോസ് ടി, അതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ പ്ലസ് 2t കോസ് ടി. പിന്നെ നമ്മൾ എഴുതുന്ന മൈനസ് 2 സൈൻ ടി ആണ്, അതിന്റെ ചിഹ്നം പ്ലസ് ആണ്. മൈനസ് 2 സൈൻ ടി പ്ലസ് സി. അപ്പൊ ടി, ഇനി ടി എന്താ? ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇനി സൈൻ ടി ഇൻറ്റു സൈൻ ടി. സൈൻ ടി ഈക്വൽ ടു എക്സ് ആണ്. ഇതാണ് സൈൻ ടി ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സ് ഇവിടെ എഴുതുക. പ്ലസ് 2t ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ 2 സൈൻ ഇൻവേഴ്സ് എക്സ് 2t. ഇനി കോസ് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി ആണ്. കോസ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി മൈനസ് 2 സൈൻ ടി ഈക്വൽ ടു എക്സ് ആണ്. എക്സ് എഴുതി. അപ്പൊ ഇതിങ്ങനെ വന്നു. ഇത് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി. ഇനി 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി. സൈൻ ടി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 6. നെക്സ്റ്റ് ഇന്റഗ്രൽ ഓഫ് ദ ടൈപ്പ്. ഇപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇ പവർ എക്സ് ബ്രാക്കറ്റിന്റെ പുറത്തുണ്ട്. പിന്നെ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് എക്സും രണ്ടാമത്തെ ഫംഗ്ഷൻ ഈ എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ആൻസർ എഴുതാം. ആൻസർ ഇതായിരിക്കും, ഇ പവർ എക്സ് എഫ് എക്സ് ആയിരിക്കും. ഇ പവർ എക്സ് എഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ഇ പവർ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അപ്പൊ ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈൻ എക്സിന്റെ ഇതാണ് എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ആദ്യത്തെ എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് രണ്ടാമത്തെങ്കിൽ ഇ പവർ എക്സ് എഫ് എക്സ് ആണ്. അപ്പൊ ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അപ്പൊ നമ്മൾക്ക് ആൻസർ എന്ന് പറയുന്നത് ഇ ടവർ ഓഫ് എക്സ് എഫ് എക്സ് ആയിരിക്കും. ഇ ടവർ ഓഫ് എക്സ് എഫ് എക്സ് ആയിരിക്കും. അപ്പൊ ഇ ടവർ ഓഫ് എക്സ് സൈൻ എക്സ് ആണ് ആൻസർ. ഇ ടവർ ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് സി, അതാണ് ആൻസർ. ഓക്കെ, എക്സാമ്പിൾ നമ്പർ 7. വളരെ സിമ്പിൾ ആണിത്. എക്സാമ്പിൾ നമ്പർ 7. ഇ ടവർ ഓഫ് എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x സ്ക്വയർ ഡി എക്സ്. ഇ ടവർ ഓഫ് എക്സ്, ഈ 1/xന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x സ്ക്വയർ. 1/xന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 1/x സ്ക്വയർ. അതുകൊണ്ട് ആൻസർ ഇ പവർ എക്സ് ഇൻറ്റു 1/x ആയിരിക്കും. ഇ പവർ എക്സ് ഇൻറ്റു 1/x പ്ലസ് സി. ആൻസർ ഡയറക്റ്റ് ആയി. ഓക്കെ, അടുത്ത് ഇതാ എക്സാമ്പിൾ നമ്പർ 8. ഇ പവർ എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഇ പവർ എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ. അപ്പൊ ഈ എക്സിനെ നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ഇവിടെ -1 ആണ്. ഇത് -1. 1 പ്ലസ് എക്സ് -1 എന്ന് എഴുതി. 1ഉം 1ഉം കൂടെ പോയി. ഇനി ആദ്യത്തിനെ ഈ പവർ ഈ 1 പ്ലസ് എക്സിനെ 1 പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒരു 1 പ്ലസ് എക്സ് മുകളിലും താഴെയും പോയി. അപ്പൊ 1/1 പ്ലസ് എക്സ്. ഇനി ഇവിടെ -1 ഉണ്ട്. ഈ -1 ആ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ
ഇനി 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് -1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ഇതായിരിക്കും ആൻസർ. ഹെൻസ് ഇ പവർ എക്സ് ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് സി ആൻസർ. വെരി സിമ്പിൾ. അടുത്തത് എക്സാമ്പിൾ നമ്പർ 9. e power x into x minus 3 divided by x minus 1 all cube. അപ്പൊ e power x minus 3 divided by x minus 1 all cube. ഈ x minus 3 എന്നുള്ളത് x minus 1 minus 2 എന്ന് എഴുതുക. ഇനി ഈ x minus 1 x minus 1 ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഡിവൈഡ് ബൈ x minus 1 സ്ക്വയർ മൈനസ് ഈ മൈനസ് എഴുതി 2 divided by x minus 1 cube. ഈ മൈനസ് ഇവിടെ വേണം. അപ്പൊ then 1 by x minus 1 സ്ക്വയറിന്റെ 1 ഡിവൈഡ് ബൈ x minus 1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് -2 ഡിവൈഡഡ് ബൈ x minus 1 ഹോൾ ക്യൂബ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി എടുത്ത ആൻസർ ആയി. ദാറ്റ് ഈസ് e power x into 1 minus x minus 1 square plus c ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അടുത്ത് എക്സാമ്പിൾ നമ്പർ 10. ഫൈൻഡ് e power 2x sin x dx. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതൊരു ടെപ്പിക്കലാണ്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. e power 2x sin x dx. അപ്പൊ e power 2x sin x dx നമ്മൾ sin x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, e power 2x സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ e power 2x by 2 ആണ്. e power 2x ഇന്റഗ്രൽ e power 2x by 2 ആണ്. മൈനസ് ഇന്റഗ്രൽ, ഇതാ ഇന്റഗ്രൽ എഴുതി, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആദ്യത്തെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അത് കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദറ്റ് ഈസ് ഇ പവർ 2x ഇന്റഗ്രൽ, ദറ്റ് ഈസ് ഇ പവർ 2x by 2. ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഫസ്റ്റിനെ നമ്മൾ ഇ പവർ 2x by 2 ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതി. ഈ 2 പുറത്തേക്ക് വന്നു -1/2 ആയി. കോസ് എക്സ് ഇ പവർ 2x. അപ്പൊ ഇത് ആദ്യം ഒന്നും കൂടി ഇതുപോലെ എഴുതി, ഈ 1/2 പുറത്തു വന്നു. ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷന് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതാണ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പൊ e to the power of 2x ഇന്റഗ്രൽ e to the power of 2x by 2. ഇനി മൈനസ് എഴുതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ പവർ 2x ഇന്റഗ്രൽ, ദാറ്റ് ഈസ് ഇ പവർ 2x by 2. ഇങ്ങനെ കിട്ടി. ഇതാണ്. അപ്പം ഇത് അതുപോലെ തന്നെ ഇത് എഴുതി. ഇനി ഇത് ഈ 1/2 1/4 e to the power of 2x cos x അതുപോലെ എഴുതി. ഇനി ഇവിടെ ഈ മൈനസും കൂടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 3 മൈനസ്. അപ്പൊ മൈനസ് ആയി. ഈ 1/2 1/2 കൂടെ 1/4 ആയി. ഇ പവർ 2x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത് നോക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രൽ ഇ പവർ 2x സൈൻ എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ പവർ 2x സൈൻ എക്സ് ഡി എക്സ് ആണ്. ഇതാ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അവസാനം അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ വന്നു. ഇതുണ്ടോ, ഇത് രണ്ടും കൂടെ വന്നു. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇതും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ 1 + 1/4 ഇൻറ്റു ഇതായി 1 പ്ലസ്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ആണുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ 1 + 1/4 ഇൻറ്റു ഇ ടു ദി പവർ ഓഫ് ഇന്റഗ്രൽ 2x സൈൻ എക്സ് ഡി എക്സ് എന്നായി. 1 + 1/4 എത്രയാ? 5/4. അപ്പൊ 5/4 ഇ ടു ദി പവർ ഓഫ് ഇന്റഗ്രൽ ഇ ടു ദി പവർ ഓഫ് 2x സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ദിസ്. ഇങ്ങനെ കിട്ടി. ഇത് അതിനകത്ത് ഇ ടു ദി പവർ ഓഫ് 2x by 2 എടുത്തെടുത്തു. ഇത് 4 ആണ് പുറത്തെടുത്തത്. അപ്പം ഇത്
ഇവിടെ 4 ആയതുകൊണ്ട് 2 sin x ആയി. ഇത് മൈനസ് ഈ കോസ് എക്സ് ഇങ്ങനെ വന്നു. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടി. ഇനി രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 4ഉം പോയി നോക്കി. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. കണ്ട ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെത്തേഡ്. വളരെ ഇതൊരു ടിപ്പിക്കൽ മെത്തേഡാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത് കണ്ടോ, ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇവിടെ ഉള്ളത്, ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതാണ് കാണേണ്ടത്. അപ്പൊ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്തു, ഇത് പുറത്തു വന്നു, ഇങ്ങനെ വന്നു. ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ചെയ്യണം. ഒന്നും കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഒന്നും കൂടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആയിട്ട് ചെയ്തു. ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അപ്പം ഇത് കിട്ടി മൈനസ് ഇതിനെ രണ്ടാമത് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. ഇതുണ്ടോ, ഇത് ആദ്യത്ത് തന്നെ. ഇതിനെന്താന്ന് 1/2. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഈ 2 പുറത്തെടുത്തുമ്പോൾ ഇങ്ങനെ വന്നു. ഇത് തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനം. ഇതുണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സാധനം. ഇപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒന്ന് വരും, അത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം 1 + 1/4 5/4 എന്നായി. ബാക്കിയുള്ളത് ഇങ്ങനെയായി. ഇനി ഇതിനെ എന്ത് ചെയ്തു, 4 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ആൻസർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 11. ഫൈൻഡ് ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ നമുക്കറിയാം, എന്നാലും നമ്മൾ ചെയ്യുന്നതാണ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഇതിന്റെ. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എന്ന് എടുക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഈ 1 ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെ എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 + x² ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് 1ന്റെ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. അപ്പൊ ഇത് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇനി ഈ 1 + x² t = 1 + x² എന്ന് എടുക്കുക. അപ്പൊ dt = 2x dx. അപ്പൊ x dx = dt/2 എന്ന് കിട്ടും. dt/2 = x dx. അപ്പോൾ ഈ x dx പകരം dt/2 എന്ന് എഴുതുക. ഇനി ഈ 1 + x² പകരം t എന്ന് എഴുതുക. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് അതുപോലെ തന്നെ എഴുതി, ഈ 1 - 1/2 എഴുതി. ഇത് dt/t, ടിയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ള dt. അപ്പൊ ഇത് log t എന്ന് കിട്ടി. log mod t plus c, that is x tan inverse x minus 1/2 log t = 1 + x² plus c. That is all. Okay, thank you.